ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ നെക്സ്റ്റ് വീക്ക് ഇതുള്ള അനാലിസിസ് ആണ്. സോ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, നമ്മൾ നിഫ്റ്റി അനാലിസിസ് എടുക്കാം. നിഫ്റ്റി അനാലിസിസ് നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിലാണ് കുറച്ച് നാളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, 1 2 3 4 5 സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കസ് ചെയ്യും. ഞാൻ ഫൈനലി ഇവിടെ പറഞ്ഞുതരാം, നമ്മുടെ 1 ഡിഗ്രി ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല 1 ഡിഗ്രി കൺഫേം, ബട്ട് യെസ് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. എന്നാൽ 333 കറക്ഷൻ പാറ്റേൺ ആണ്. സോ 333 കറക്ഷൻ സ്റ്റിൽ ഓൺ ആണ്, സ്റ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഐ തിങ്ക് ഇവിടുന്ന് എന്തോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഈ ഒരു ജൂലൈയുടെ ഒരു 10-15 തീയതി അവരുടെ ദാറ്റ് മീൻസ് 333 കറക്ഷൻ ഓൺ ഗോയിങ്. ഇപ്പോൾ ഐ തിങ്ക് എല്ലാവരും എലിറ്റ് വേവുകാർ ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് ഇപ്പോൾ 333 കറക്ഷനാണ്. നമ്മൾ പണ്ടേ ഫൈൻഡ് ചെയ്തതാണ്, ഇത് 333 കറക്ഷനാണ്, റൈറ്റ്. സോ അതാണ് നമ്മുടെ എലിറ്റ് വേവ് തിയറി. എലിറ്റ് വേവ് തിയറി എല്ലാവരും പഠിച്ചിട്ട് മുമ്പിലോട്ട് പോകുക, തന്നെ അനലൈസിസ് ചെയ്യാൻ തുടങ്ങുക. എനിക്ക് മോസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് നിങ്ങൾ വേഗം എല്ലാവരും കൂടി നമ്മുടെ നോർമൽ ബേസിക്കാണ് മസ്റ്റായിട്ട് വേണ്ടത്. 1 2 3 4 5 നോർമൽ ഇമ്പൾസ് വേവ് ആണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇമ്പൾസ് വേവ് ആണ്, നമ്മളത് പഠിക്കുക. ആഫ്റ്റർ ദാറ്റ് ABC കറക്ഷൻ്റെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ ആക്ച്വലി പെർഫെക്റ്റായിട്ട് പഠിച്ചിട്ട് അത് നമ്മൾ അതിൽ പ്രാക്ടീസ് ചെയ്യുക കുറച്ചുകൂടി. അപ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ ക്ലിയറിറ്റി ആവുകയുള്ളൂ. ഓക്കെ, സോ എല്ലാവരും കൂടി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ഒത്തിരി ലൈക്ക് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മെസ്സേജസ് ചെയ്യണം. അപ്പോഴേ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും, കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ടാക്കാൻ. അതാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു മടി കാണിക്കുന്നത്. ഞാൻ റീൽസിൽ മാത്രമേ ഒതുക്കുന്നത് വെച്ചാൽ ഒത്തിരി അങ്ങനെ സപ്പോർട്ട്സ് കിട്ടുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എലിറ്റ് ഒരു ബെറ്ററാണ്, മസ്റ്റാണ്, ആൻഡ് മറ്റേതിനേക്കാളും ബെറ്ററാണ്. അത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ ഓക്കെയാണ്, ബട്ട് യെസ് എലിറ്റ് വേവ് നമുക്ക് ഡയറക്ഷൻ പറഞ്ഞു തരും, നെക്സ്റ്റ് എന്ത് നടക്കാൻ പോവുക. ഓക്കെ, എനിവേ നമുക്കിപ്പോൾ ഇനി പ്രൈസ് ഫർദർ ഡൗൺ വരുമോ? യെസ്, വരാനുള്ള ചാൻസസ് ഉണ്ട്, നോ ഡൗട്ട്. ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഇതൊക്കെ ഓൺ ഗോയിങ് ആണ്. ഇപ്പോൾ ഇനി ഫർദർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ ഇനി ഫർദർ ബ്രേക്ക് ആയാൽ ഈ ഒരു ലോ നമുക്ക് ഫർദർ ഡൗൺ സൈഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇത് ബ്രേക്ക് ആയാൽ എത്ര വരെ പോകും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി എടുക്കുക. ഫ്രം ഈ ലോ ടു ഈ ഒരു ലോ ഉണ്ടോ, ഈ ലോ ടു ഈ ഒരു ഹൈവേരെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫർദർ ഡൗൺ സൈഡ് ലെവൽസ് നമുക്ക് കിട്ടും. അത് ഏതാണ് എക്സാക്ട് ലക്കാണ് ഈ ലോ ആൻഡ് ഈ ഹൈ. യെസ്, എന്ത് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചു. ഓക്കെ, നമുക്ക് ഫർദർ ലെവൽസ് കിട്ടി. ഫർദർ ലെവൽസ് ഏത് കിട്ടിയാണ്? 24,500 കിട്ടി. ഓക്കെ, 24,500, 450 ആൻഡ് 380. ഇത്രയും ലെവൽസ് നമുക്ക് വീണ്ടും കിട്ടി. ഓക്കെ, കാരണം 450 ആൻഡ് 3 പ്രൈസ് അത്ര വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, അതെന്താ വെച്ചാൽ 333 കറക്ഷനാണ്. 333 കറക്ഷനിൽ എത്ര വരെ പ്രൈസ് പോകും? പിന്നെ വേറൊരു കാര്യം കൂടി, ഇത് ലാസ്റ്റിൽ വന്ന ഒരു ലെവലാണ് 24,020. ഓക്കെ, ഇതുവരെ പ്രൈസ് താഴേക്ക് പോകാനുള്ള ചാൻസസ് ആണ്. പക്ഷേ ഇത്രയും സ്പീഡിൽ വന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ട് അവർ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കാണിച്ച് തിരിച്ച് അങ്ങ് പോകുമ്പോൾ 333 കറക്ഷൻ്റെ റൂൾ എല്ലാവർക്കും അറിയാലോ. 333 കറക്ഷൻ ഇതാണെങ്കിൽ 1 hour ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ഓൺ ഗോയിങ്. ഓക്കെ, 333 കറക്ഷൻ റൂൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് പ്ലസ് ആ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും. സോ പ്ലേലിസ്റ്റിൽ ആ വീഡിയോ മസ്റ്റായിട്ട് കാണണം. സോ അത് കാണുവാണെങ്കിൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവിടെ റിവേഴ്സൽ എടുക്കുമ്പോൾ എന്ത് സ്പീഡിലായിരിക്കും റിവേഴ്സൽ. കാരണം വെച്ചാൽ ഇത് 1 hour ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. സോ മൂവ്സ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തായി? മൂവ്സ് 1 2 3 4 5 6 7 8 9 10 ആൻഡ് 11th മൂവ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ 11 to എത്ര മൂവ്സ്? നമ്മൾ 8 to 12 മൂവ്സ് 30 മൂവ്സ് വരെയൊക്കെ പോകാം. ദാറ്റ് മീൻസ് ഫൈനൽ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇപ്പോൾ, ദാറ്റ് മീൻസ് ഫൈനൽ ലാസ്റ്റ് ഫോൾ ആണ് ഓൺ ഗോയിങ്, എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ നമുക്ക് ജസ്റ്റ് പ്രിഡിക്റ്റ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഓൺ ഗോയിങ് ലാസ്റ്റ് ഫോൾ ഓൺ ഗോയിങ് ആണ്. അപ്പോൾ എത്ര പെട്ടെന്ന് ആ ഫോൾ വന്നാൽ അത്രയ്ക്ക് ബെറ്ററാണ്. സംടൈംസ് ഇത് ഇവിടുന്ന് റിവേഴ്സൽ എടുക്കാനുള്ള ചാൻസസ് ഫെയിലിയർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് അതനുസരിച്ച് ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫെയിലിയർ ആണെങ്കിൽ അങ്ങനെ, ഓർ
താഴെ വന്നിട്ട് റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇൻഡെക്സ് അനാലിസിസ് അല്ല ഞാൻ പറയണത്. ഇൻഡെക്സിൽ നിങ്ങൾ ഈ ബേസിൽ എന്തെങ്കിലും CP ബോട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, ബൈ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, സ്റ്റോക്ക് വാങ്ങാം. ഓക്കെ, അതെന്ന് വെച്ചാൽ 333 കറക്ഷൻ്റെ എൻഡാണ്. സോ പ്രൈസ് ഇവിടുന്ന് ലീഡ് ചെയ്യണം. എവിടെ വരെ ലീഡ് ചെയ്യും? ഇൻ കേസ് ഇവിടെ ലോ എന്തെങ്കിലും ആണെങ്കിൽ പ്രൈസ് ഇവിടെ വരെ ലീഡ് ചെയ്യുമെന്ന് അറിയാവും. ഫ്രം ഹിയർ ടു ലോ, സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും ലോ അടിച്ചു 24,170 നിയർ 200 നിയർ എവിടെയെങ്കിലും ലോ അടിച്ചു. സോ പ്രൈസ് ഇവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും നമ്മുടെ 61.80%, 81. പിന്നെ ഇവിടെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും പ്രൈസ് അപ്കമിങ് ടൈമിൽ നമുക്ക് കിട്ടും. പക്ഷേ അതെന്തായിരിക്കും, ഇവിടുന്ന് ഫാസ്റ്റ് ആവണം. ഇവിടുന്ന് ആ ഫാസ്റ്റ് 333 കറക്ഷൻ്റെ റൂൾ അങ്ങനെയാണ്, ഫാസ്റ്റ് ആവണം. അത് മനസ്സിലായോ? സോ ഫോക്കസ് അതിലേക്കാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചാനൽ CNP ബൈയുടെ റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ എലിറ്റ് വ്യൂ തിയറി ബേസിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്ന എലിറ്റ് വ്യൂ തിയറിയാണ്. സോ ആ ഒരു ബേസിൽ നമുക്ക് നെക്സ്റ്റ് എന്ത് ആക്ഷൻ എടുക്കണം അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഐ എം ജസ്റ്റ് പ്രസൻറ്റിങ് ആ എലിറ്റ് വ്യൂ തിയറി. ഓക്കെ, സോ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ഫർദർ അപ്കമിങ് മൂവ് നമുക്ക് ട്രൈ ചെയ്യാൻ. ഓക്കെ, സോ ഈ ഒരു ഫുൾ ഏരിയ എനിക്ക് സപ്പോർട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് വേണമെങ്കിൽ റിവേഴ്സൽ എടുക്കാം, അങ്ങനെയല്ല. ബട്ട് യെസ്, മോസ്റ്റ്ലി ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ റെഡി ആവണം ഫോർ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക, ലോങ് ടേം. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുക ഈസിലി, നല്ല സ്റ്റോക്ക് നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്കമിങ് ടൈമിൽ നല്ല ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടും, ആൻഡ് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും ഇവിടുന്ന്. ഓക്കെ, ഇത്രേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ നമുക്ക് അനലൈസ് വേഗം ചെയ്യാം ഇൻട്രാഡേ പർപ്പസിൽ. നിയറസ്റ്റ് ഹൈ ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യണം, മസ്റ്റായിട്ട് കമൻറ്റും ഇഷ്ടംപോലെ കമൻറ്റ് ചെയ്യണം. അങ്ങനത്തെ അനലൈസ് ഞാൻ മാത്രമേ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാറുള്ളൂ. ഓക്കെ, അത് മസ്റ്റായിട്ട് എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മസ്റ്റായിട്ട് എല്ലാ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യുക. ഈ വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടണം. അപ്പോൾ എല്ലാവരും കൂടി മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഹൈ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ. സോ ഇനി നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ കൗണ്ടിങ് ഇപ്പോൾ എല്ലാവരും ഇത് തന്നെയല്ല കൗണ്ട് ചെയ്യുന്നത്, നമ്മൾ താഴെ അവിടെ നിന്ന് കൗണ്ട് ചെയ്യണം. പ്രൈസ് ഫോൾ വരുന്നത് 1, 2, 3, 4 and 5. സോ പ്രൈസ് ഇവിടെ നിന്ന് 5th ഈ ഒരു കറക്ഷൻ ഓൺഗോയിങ് ആണ്. സോ എന്താ ചെയ്യുക, ഇവിടെ എൻഡിങ് ലൈൻ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ പ്രൈസ് നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു ബൗൺസ് വീണ്ടും പ്ലേ ചെയ്യുക, അതാണ് കുറച്ച് ബെറ്റർ. ഓർ താഴെ ഇൻ കേസ് മൺഡേ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആവാനുള്ള ചാൻസസ് മേ ബി ഉണ്ടാവാം. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ റിവേഴ്സൽ തന്നെ പ്ലേ ചെയ്യുക, താഴേക്ക് സ്ലോലി താഴേക്ക് പ്ലേ ചെയ്യുക. നിങ്ങൾ ആലോചിക്കാറ് ഞാൻ എല്ലാ വീഡിയോസിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് എന്താണെന്ന് വെച്ചാൽ 333 കറക്ഷൻ്റെ ലാസ്റ്റ് ലെഗിൻ്റെ ലാസ്റ്റ് ഫോളിനാണ് ഐ തിങ്ക് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇൻ കേസ് നമ്മൾ ആരെങ്കിലും ഹ്യൂജ് ക്വാണ്ടിറ്റി എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ സൈഡ്, അതിൻ്റെ എക്സിറ്റ് പോലെ കിട്ടില്ല ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്, ജസ്റ്റ് ഒരു കോഷൻ സൈനാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് പ്ലേ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, സോ ഇതാണ് ചാനൽ. കാരണം വെച്ചാൽ 2 to 4 ലൈൻ. ഓക്കെ, 1, 2, 3, 4 and 5 ആണ് ഇപ്പോൾ. സോ നമ്മളിവിടെ എന്ത് ചെയ്തു, 2 to 4 ലൈൻ ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ വെച്ചു. സോ ഇതാണ് ഈ ഒരു ചാനൽ ഇപ്പോൾ ജസ്റ്റ് എനിക്ക് കാണുന്നത്. ഓക്കെ, താഴേക്ക് പ്ലേ ചെയ്യാം, ഈസി പ്ലേ ചെയ്യാം, സ്ലോ മൂവ് അങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, താഴേക്ക് അപ്സൈഡിലും ഞാൻ പറയണത് അപ്സൈഡ് ബ്ലൈൻഡായിട്ട് അപ്സൈഡ് പ്ലേ ചെയ്യരുത്. അപ്സൈഡ് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അപ്സൈഡ് സ്കാൽപ്പ് ഓർ എൻഡിങ് എൽ പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അപ്സൈഡ് പ്ലേ ചെയ്യാവൂ. സോ ഇത്രയുള്ള നിഫ്റ്റിയിൽ എനിക്കിപ്പോൾ കാണുന്നത്. നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഹോപ്പ് യു ലൈക്ക് ദ അനാലിസിസ്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ആകെ ഇതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര കച്ചറായി കിടക്കുന്നതാണെന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടത് ഈ ഒരു ഏരിയയിൽ എന്തോ കൺസോളിഡേഷനായി കിടക്കുന്നത്. എല്ലാം കൂടി പെർഫെക്റ്റ് ആവുന്ന വരെ ഐ തിങ്ക് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യേണ്ട ഒരു സ്കാൽപ്പ് ചെയ്യാവും എന്നാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 റെസിസ്റ്റൻസ് ഇതാണ്, സപ്പോർട്ട്
ബാങ്ക് നിഫ്റ്റിയുടെ ഇതാണ്. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട്. ഇത് ബ്രേക്ക് ചെയ്താൽ ഫോർത്ത് ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇൻ സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് പോകാം. 15 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്ക് പോകാം. 15 മിനിറ്റ്സ് ചാർട്ടിൽ 2 റെസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ഒരു കാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, ആൻഡ് മറ്റ് ഈ ഒരു ഓർഡർ ലോക്ക് ഒബി. ഓക്കെ, സോ ഈ ഒരു 2 കാൻഡിലിൻ്റെ എന്താണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ പ്രൈസ് ഫോൾ ചെയ്ത് ഇവിടെ നിന്നാണ്. സോ കൗണ്ടിങ് ചെയ്യുക 1 2 3 4 ആൻഡ് 5 ഓൺ ഗോയിങ് ആണ് ബൗൺസ്. സോ മേ ബി ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പിൽ വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ലെവൽ. ഈ ലാസ്റ്റ് ലെഗാണ്. സോ ഇതിൻ്റെ ലെവൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ ലോ ആൻഡ് ദെൻ ആ ഒരു ഹൈ. ഇവിടെ ഓക്കെ 101%, 127%, 141 ഈ ഒരു പെർസെൻറ്റേജ് ഇത് ഇത്ര വരെ നമുക്ക് എല്ലാവരും കൂടി മാർക്ക് ചെയ്തോളൂ. 127% ആൻഡ് 161% ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ബാക്കി ഇൻറ്റർണൽ ലെവൽസ് നിങ്ങൾ തന്നെ നോക്കുക ഇഫ് യു ആർ പ്ലേയിങ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ സെൻസെക്സ് ആണ്. സെൻസെക്സ് അതുപോലെ തന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെ എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സെൻസെക്സിൽ പെർഫെക്റ്റ്ലി വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ അപ്സൈഡ്. ആൻഡ് ദിസ് ഈസ് ദ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നിയർ റെസിസ്റ്റൻസ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇനി ഫിബ്രവരി ട്രേസ്മെൻറ്റ് എടുക്കാം. ഓക്കെ, ഫിബ്രവരി ട്രേസ്മെൻറ്റ് ആൻഡ് ദെൻ ഈ ഒരു ലെഗ് പിടിക്കാം. ഓക്കെ, സോ 127% ഒക്കെ ലെവൽസ് ഇതിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. 127%, 141%, 141 മൺഡേ അതിൻ്റെ ട്യൂസ്ഡേ എക്സ്പയറി ആണല്ലോ. സോ എന്താണ് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുള്ളൂ. 161.80% വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഏരിയയിൽ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യണമെങ്കിൽ റിവേഴ്സൽ ചെയ്യുക. ഇങ്ങനെയാണ് യൂഷ്വലി എപ്പോഴും എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. 127.20% to 161.80%. ഇങ്ങനെയാണ് ഫർദർ അവർ ഇത് എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യുന്നത് ഫോർ തിരിച്ച് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ലോവർ ലോ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഫർദർ ലോവർ ലോ തന്നെ ഫോം ചെയ്ത് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടിൻ്റെ നമ്മുടെ ഫർദർ സപ്പോർട്ട് ചെയ്താണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതായിരിക്കും. ലോവർ ലോ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നോക്കിയിട്ട് വേണം അപ്സൈഡൊക്കെ എല്ലാം പ്ലേ ചെയ്യാൻ. ഓക്കെ, ഇതിനകത്ത് ഡയഗണൽ പാറ്റേൺ. സോ എത്ര ഇവിടുന്ന് 1A B and C ഇത് കറക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 2 3 4 5 ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ആണ്. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് വരുന്ന ഇതുണ്ട്. ഡയഗണൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോം ആയിട്ടില്ല. ഫോം ആവാനുള്ള ഒരു ഇത് കാണുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. സോ നോക്കണം ഇവിടെ. ഓക്കെ, ഈ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ ഇവിടെ ഒരു 1 2 3 4 5 ജസ്റ്റ് ഞാൻ ഷോ ചെയ്ത് തരാം. ഇതിങ്ങനെ ഒരു പാറ്റേൺ ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഇത് കണ്ടോ, ഇതിങ്ങനത്തെ ഒരു പാറ്റേൺ. ബട്ട് അത് നമുക്കത് പ്രോപ്പർ ജനുവൊന്നും പറയാൻ പറ്റത്തില്ല, അത് ആയിട്ടില്ല എന്ന് പറയാം. ഓക്കെ, സോ ബാക്കി ലെവൽസ് ഇതിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. സോ അത്രയുള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇഷ്ടം പോലെ ചെയ്യണം. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.